കുറച്ച് വൈദികരുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുണ്ടായി. ചർച്ച തിയോളജിക്കൽ ഡിസ്കഷനാണ്. പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ഭൂമിയെന്ന് എങ്ങനെ നമ്മൾ ജനങ്ങളോട് പ്രൂവ് ചെയ്യും? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യും? ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോൾ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് ചർച്ച വന്നു, എവല്യൂഷൻ തിയറിയെക്കുറിച്ച് ചർച്ച വന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് പോയി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന വൈദികൻ ഉടനെ പറഞ്ഞിങ്ങനെയാണ്, നമ്മളെപ്പോഴാണോ ദൈവത്തിൻ്റെ ബുദ്ധിയെ മനസ്സിലാക്കി ദൈവം ആ ക്രിയേഷൻ്റെ പ്രോസസ്സ് എങ്ങനെ ചെയ്തെന്ന് മനസ്സിലാക്കുന്ന നിമിഷം വരുന്നത്, ഇപ്പോൾ നമ്മൾ ദൈവമാവും. പറഞ്ഞ ഉദ്ദേശത്രേ ഉള്ളൂ, നമുക്കൊന്നും അത്ര പെട്ടെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം നമ്മൾ ദൈവമായിട്ട് മാറും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവൻ. നമ്മൾ ഈ പ്രോസസ്സിലാണ്, അവനെ മനസ്സിലാക്കാൻ അവനോളം വളരാനുള്ള പ്രോസസ്സിലാണ് നമ്മൾ. എന്നിട്ടും ഈ പ്രോസസ്സിനിടയ്ക്ക് നമ്മൾ തെളിവുകൾ ചോദിക്കരുത്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ചില തെളിവുകളല്ല, കണ്ണും പൂട്ടിയുള്ള വിശ്വാസമാണ്. ഇന്ന് ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഗോസ്പൽ. ഇന്ന് ഫരിസേയർ നിയമജ്ഞനോട് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് തെളിവ് വേണം, നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തെളിവ് വേണം, എന്തെങ്കിലും അടയാളം കാണിക്കുക. യേശു പെട്ടെന്ന് ഓർക്കുന്ന 2 ഇൻസിഡൻ്റാണ്. ഒന്ന്, നിനവെ ദേശത്ത് യോനാ പ്രവാചകൻ പോയത്. യോനാ പ്രവാചകൻ യഹൂദനാണ്, നിനവെ ദേശത്തുള്ളവർ വിജാതീയരാണ്. പക്ഷേ യോന പോയി സംസാരിച്ചപ്പോൾ അവർ തെളിവൊന്നും ചോദിച്ചില്ല. അവരവനെ കേട്ടു, വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു. 2, ദക്ഷിണദേശത്തെ രാജ്ഞി അന്ന് സോളമൻ്റെ വിജ്ഞാനം തേടി വന്നു. ഈ രാജ്ഞിയും മാനസാന്തരപ്പെട്ടു, സന്തോഷത്തിലാണ് തിരിച്ചു പോയത്. ഈ 2 ഇൻസിഡൻറ്റിലും ഉള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ തെളിവൊന്നും ചോദിച്ചില്ല, അവർ വിശ്വസിച്ചു, കണ്ണും പൂട്ടി വിശ്വസിച്ചു. ഇന്ന് നമ്മുടെയൊക്കെ ലോകത്ത് ചോദ്യം ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു വെളിച്ചം എന്താണെന്നറിയോ? ആ വെളിച്ചത്തിൻ്റെ പേരാണ് ദൈവം. നമ്മളൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നിടത്ത് നടക്കുന്ന ചില കാര്യങ്ങളല്ലേ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഹൃദയമാണ് ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം. ഫരിസേയരും നിയമജ്ഞരും തെളിവ് തേടി നടന്നവരാണ്, പ്രൂഫ്സും എവിഡൻസും തേടി നടന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആ കൺമുമ്പിലെ ക്രിസ്തുവിലേക്ക് എത്താൻ പറ്റിയില്ല. അവരെപ്പോഴും അവനെ ചോദ്യം ചെയ്ത് ജീവിത അവസാനം വരെ ചോദ്യത്തിന് മാത്രം നിന്നു. ചില ഉത്തരങ്ങളൊക്കെ തെളിവിലൂടെ അല്ല കിട്ടുന്നത്, മറിച്ച് കണ്ണും പൂട്ടിയുള്ള വിശ്വാസത്തിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.